അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഒറാങ്ങുട്ടാൻ കുരങ്ങൻ്റെ അടുത്തേക്ക് പോവാണ്ട. അപ്പം കണ്ടോക്കാം. ഹായ്, ഒറാങ്ങുട്ടാൻ കുരങ്ങനെ കാണാൻ പോവുകയാണ്. പലവിധ വേഷങ്ങളിൽ പലവിധ ഭാഗങ്ങളിൽ ഡിസ്കായി ഇവിടെ ഒറാങ്ങുട്ടാൻ കുരങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചോണ്ട് പോട്ടെ കുട്ടികളൊക്കെ. ഇവിടാ ഇങ്ങോട്ടാ, ഇങ്ങോട്ട് നിൽക്കടാ. ഏതാ? ഞാൻ നടുത്ത കുരങ്ങനെ എടുക്കണേ. അതാണ് അടിപൊളി കുരങ്ങം. ആ ഇവിടെയാണ് ഷോ. ജിമ്മ ഇങ്ങോട്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഷോ. ഇവള് കാട്ടിക്കൊടുക്ക. അടുത്ത ആള് കുട്ടികളെ പറ്റിച്ചോ നൈസില്. ഒരു ആക്ഷൻ ഉള്ളൂ കേട്ടോ കുട്ടികളത്. ഓന് ചെറിയൊക്കെ ദൂരക്ക് ഇരുന്നിക്കണ്ട മാറി. ആ പെട്ടിട്ടോ. ഇങ്ങോട്ട് വാടാ ഒരു ഉമ്മ താടാ കുട്ടാ, ഉമ്മ താടാ കുട്ടാ കുട്ടനെ. ഇരിക്കണോക്ക് കൈ, അതിന്റെ കൈന്റെ സൈസ് നോക്ക്. തൊണ്ണ് പൊളിച്ചാടുന്നത് കേട്ടോ. കമാൻഡ് കൊടുക്കണ്ടോ എടുത്തേക്ക് ഇരുന്നിട്ടോ ഒരു ചെറുക്കം കുടുങ്ങിയിരിക്കണം കേട്ടോ. ഇപ്പൊ കറങ്ങി വരും കേട്ടോ, കറങ്ങി വരും. ആയിട്ടില്ല. ഓനെന്താ എന്താ കാക്ക ചെറിയ കുട്ടീനെ റാസ്കലിനോ ഏതോട്ട് കണ്ടപ്പിടി. ഒന്നുമില്ല. ഇതെത്താ കിളി പോയ എനിക്ക് പിന്നെ മതി. ഈ കുരങ്ങാൻ അടിപൊളി. ചെറുക്കന്മാരെന്താക്കി? അല്ലാ ആ ചെറുത് മുതലുണ്ട് കേട്ടോ. ചെറുത് അടിപൊളിയാട്ടോ. ആ ചെറുതിന്റെ അടുത്തേക്ക് നോക്ക്. അതിപ്പോ എന്തൊക്കെ കാട്ടുന്ന് ഇപ്പൊ അറിയാട്ടോ. അവിടെ രണ്ടാളുണ്ട് കേട്ടോ. പറഞ്ഞു നിർത്തിച്ചാട്ടോ. പാവുണ്ട് കേട്ടോ കുരങ്ങന്മാര്. ഇവലെ കോമളിത്തനൊക്കെ ഒരു അടി അടിച്ചിട്ടോണേ. പറയണ പോലെ ഒക്കെ ചെയ്യാൻ നിക്കട്ടെ ഇറ്റാള്. ആടാ മാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഇവിടെ ഇപ്പൊ തിരിഞ്ഞു വരും. തിരിഞ്ഞിട്ടൊരു ഉമ്മ ഇവിടെ രണ്ടാളുമ്മ. ചേച്ചിയാകെ കുടുങ്ങിയിട്ടുണ്ട. ആ അതാണേ അസറോ കേറ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഇതാ അസറു കയറി പോവുകയാണ് ടിക്കറ്റ് വാങ്ങിയിട്ട്. സുഹൃത്തുക്കളെ അസറു ഇരങ്കുരങ്ങിന്റെ അടുത്തേക്കാണ് പോണത്. ഇരട്ടക്കുരങ്ങുകൾ തായ്ലൻഡിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച് ഒരുപാട് റീലുകളിൽ വൈറലായ ഇരട്ടക്കുരങ്ങ് താരങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇരട്ടക്കുരങ്ങളുടെ ഇടയിലേക്ക് അസറു പോകുന്നു. കാലൊക്കെ വെച്ചിക്കണ്. നടുക്ക് കാണും നമ്മള്. ആ സെയിമനാണോ തോന്നുന്നത്? ഇത് രണ്ടെണ്ണം ഉണ്ടോ തോന്നുന്നു. മസിൽ കൊരങ്ങനെ പൂജയൊന്നും ഇല്ല കേട്ടോ. ചെയ്യാന്നെ സവാടി ഖാപ്പ് പഠിപ്പിച്ച ആളോക്ക് രാധേട്ടന്റെ പോലത്തെ. അല്ലോ അസറോ അതെന്താ കാട്ടു നോക്ക് അതൊക്കെ. എടാ എങ്ങനെ ബാലൻസ് ചെയ്യണ അതിനെ? തലന്റെ എല്ലാ ഭാഗത്തും ബാലൻസ് ഉണ്ടോ? ഇനി തോളിൽ കേട്ടിട്ട് ആദ്യം മുട്ടമണിക്ക് കുടിച്ച് പിന്നെ കയ്യിനൊരു ഉമ്മയും കൊടുത്തിട്ട് അസറൂന്.
എന്തേ കുടിച്ചോ? ചേട്ടാ ചെറുപഴം എന്താ വില? അടുത്ത് ഈച്ചല്ലേ ആരാ? ആഫി 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 ഇത് ചെളിന്റെ അല്ലേ? ആഫി സുഹൃത്തുക്കളെ, ഇത് ആഫി പോകുന്നു. ചേച്ചിയെ പോണേ. അതൊക്കെ ഞാനല്ല, ആഫി കയറട്ടെ, ആഫി കയറട്ടെ. അല്ല ആഫി കയറട്ടെ. എന്താ ടിക്കറ്റ് ഇപ്പൊ തരാം. മൈക്ക് എടുക്കോ? ഹി വിൽ നോട്ട് ടേക്ക് മൈക്ക്, റൈറ്റ്? കഴിഞ്ഞേ. One, two. Banana. Again. Banana checking. മുത്തേ ആവശ്യമുള്ള Bye. High five. Hi. Buka. One, two, three, two. Bye. See you. Bye. ബസ്സിൽ കയറി വേണ്ട കേട്ടോ. ഇനി ഇവിടെ കയറിയാൽ മതി. അത് വേണ്ട. ടിക്കറ്റ്. ഞാൻ അവിടെ കയറട്ടെ? എന്റെ ബാസി അണ്ണാ ഞാൻ ഇവിടെ കേറിയിരിക്കണ്ണ. എന്നെ ഒരു കഴുത്താണ് എന്റെ അണ്ണാ. ഞാൻ കറങ്ങി വന്നാണ് അവന് ഉമ്മ തരും. ഞാനിപ്പോ കറങ്ങി വന്ന് ഊർന്നിറങ്ങി അണ്ണനിപ്പോ ഒരു കിസ് തരും. അണ്ണാ എന്റെ അണ്ണ, നിങ്ങ എവിടെ നിന്ന് വരുന്ന അണ്ണാ? ഓ ഈ അണ്ണനെ പോലെ കട ഞാൻ കണ്ടില്ല. ബോക്സിംഗ് ടൈം. നിന്നെ ഇടിച്ച് പയപ്പെടാ കൂടാ, നിന്നെ അടിച്ച് പൊളിക്കൂടാ. ടിസ്ക്യൂ എന്നാ നിന്നെ തട്ടൂട്ടാ. എന്നെ കാലുകൊണ്ട് അടിക്കാൻ അറിയാട്ടാ. നിന്നെ പോലെ അല്ല ഞാൻ, എനിക്ക് കാലുകൊണ്ട് അടിക്കാൻ വെക്കും. മൂന്നക്കൊരടി. ഡിക്ഷണറി പല തടിയിരിക്കുന്നതാ. റോങ് കമന്റ്. അതായത് കിസ് കാലോണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടോ. Banana checking. Big banana. Bauka. Can say bauka. എന്തിനാ അങ്ങനെ നിന്നിരുന്നു വാസിലെ? മറ്റേ ഡാൻസ് ഔറാങ്കുട്ടാനല്ലടാ പൊട്ട. തായ്ലൻഡിലെ ഒറാങ്കുട്ടൻ നാട്ടിലേ
ആ ഓക്കെ ഞാനുള്ളത് കൈയടിച്ച് പാസ്സാക്കി വിട്ടിട്ടാ അഫിയാടപ്പോ. അപ്പൊ സുഹൃത്തുക്കളെ ഇനി ആഫിയും കൂടിയേ പോകാനുള്ളൂ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊരു ആഡ് പോലെ നിങ്ങൾ നല്ലൊരു വ്ളോഗ് കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് കയറി വരിക. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി, അതായത് തമിഴ് ഇൻഡസ്ട്രിയിലൊരു പാട്ട് പാടുക എന്നുള്ളത്. അപ്പോൾ അർജുൻ ദാസിൻ്റെ പടത്തിൽ വൺസ് മോർ എന്നുള്ള സിനിമയിൽ ഹെഷാം അബ്ദുൽ വഹാബിക്കാൻ്റെ മ്യൂസിക്കിൽ എനിക്കൊരു പാട്ട് പാടാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തിൻ്റെ പ്രയത്നമാണ്, ഹാർഡ് വർക്കാണ്, എൻ്റെ എഫേർട്ടാണ് ആ ഒരു പാട്ട്. അപ്പം അത്രയും സൂപ്പർ പാട്ടായിട്ട് എനിക്ക് തോന്നുന്നൊരു പാട്ടാണ്. അതായത് ഞാൻ എല്ലാ പാട്ടും എൻ്റെ അടിപൊളി ഞാൻ പറയാൻ നിൽക്കില്ല, എനിക്കറിയാം എന്താണ് അടിപൊളി എന്താ അടിപൊളിയല്ല. പക്ഷേ ഇത് എല്ലാവരും പാസറും എല്ലാവരും ചെക്കന്മാരെല്ലാവരും കേട്ട് ഞാൻ കേൾപ്പിച്ചെടുത്തോളം ആൾക്കാരെല്ലാവരും അടിപൊളിയായി എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ നിങ്ങളെ യൂട്യൂബിൽ ഇതാ ഇന്ദ്ര സോങ് ഹനാൻ അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൺസ് മോർ സോങ് എന്ന് അടിച്ചാൽ ഹനാൻ ഷാ എന്ന് അടിച്ചാൽ മതി. അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ നമ്മളെ പാട്ടിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അബുക്ക് അതിലേതാ സിമ്മ് ഇതാ. അപ്പോൾ സോങ്ങിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. ആദ്യത്തെ ദിവസം ഏകദേശം 3 ലക്ഷം വ്യൂസ് പാട്ടിന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അയ്യോ ഇതാണ് പാട്ട് കേട്ടോ. വൺസ് മോർ ഇന്ദ്ര സോങ്. വൺസ് മോർ എന്നടിച്ചാലും കിട്ടും, ഇന്ദ്ര സോങ് എന്നടിച്ചാലും കിട്ടും. ഇതാ അർജുൻ ദാസിൻ്റെ സിനിമയിൽ ഹനാൻ ഷാ എന്നുള്ള ടാഗിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം പാട്ട് കേട്ടിട്ട് ഇപ്പോൾ ഇതിൽ 1100 കമൻ്റ് ഉണ്ട്. പറ്റണവരൊക്കെ മസ്റ്റ് ആയിട്ട് ഒരു 2000-3000 കമൻ്റ് ആക്കി തരണം എന്നുള്ള എനിക്ക് പറയാനുള്ളതാണ്. കാരണം അതിനനുസരിച്ചാവും എനിക്ക് ഇങ്ങനെ നമ്മളെ ആൾക്കാർ ഇങ്ങനെ പാട്ട് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ ഇതുപോലുള്ള അവസരങ്ങൾ ഇനി എനിക്ക് കിട്ടുള്ളൂ. സോ വ്ളോഗ് കാണുന്ന 3-3.5 ലക്ഷം, 5 ലക്ഷം, 7 ലക്ഷം, 8 ലക്ഷം ആൾക്കാർ നിങ്ങൾ വ്ളോഗ് കാണുന്നുണ്ട്. അതിലൊരു 2000 ആൾക്കാരുടെ സഹായം ഞാൻ ചോദിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളെൻ്റെ വ്ളോഗിൽ കമൻറ്റ് ഇട്ടിട്ടില്ലെങ്കിലും വേണ്ടില്ല. എൻ്റെ മെയിൻ ജീവിതമാർഗ്ഗം എനിക്ക് പാട്ട് തന്നെയാണ്. അപ്പം പറ്റുന്നവരൊക്കെ പോയിട്ട് എൻ്റെ പേരോ അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാട്ട് അടിപൊളിയായിക്കണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ലവ് ചിഹ്നോ ഹനാന്ന് പറഞ്ഞിട്ടുള്ളൊരു ലവോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടൊന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം. തിങ്ക് മ്യൂസിക് ഇന്ത്യൻ്റെ പേജിൽ വൺസ് മോർ ഇന്ദ്ര സോങ് അർജുൻ ദാസ് ഉള്ള ഈ പാട്ടിൽ പോയിട്ട് പാട്ട് കേൾക്കണം. അതിലുപരി ഒരുപാട് ക്രിയേറ്റേഴ്സ് വ്ളോഗ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് റീൽസിലും കാര്യങ്ങളിലും ഇതിലൊരു പോർഷൻ ഉണ്ട്. കൊഞ്ചി കൊഞ്ചി പേസിടവേ എന്നെ കൊഞ്ചും ഇന്ദിരാ അത്തം പോലാണവളെ എൻ മിഞ്ചും ഇന്ദിരാ മുത്തം ഒன்று തந்தாലെ എൻ വെട്കച്ചാരൽ വീസിടുതെ എൻ അൻപേ ഇന്ദിരാ ഹോ ഹോ ഹോ. അപ്പോൾ ഇതാണ് പാട്ട്. എല്ലാവരും കേൾക്കാം. മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നെ ചെയ്ത് വെക്കാം. ലിങ്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ചെയ്യണേ. അപ്പോൾ ബാക്കി വ്ളോഗിലേക്ക് നമുക്ക് കിടക്കാം. ഒരു വീഡിയോ എടുത്തെടുക്കാം. ഇത് അവൻ്റെ പോകണം കേട്ടോ. 2 എടുക്കുന്നുണ്ട്. ആ സുഹൃത്തുക്കളെ ആഫി അവറുകൾ ഇതാ പോവുകയാണ്. ആഫിയും കൂടി നമ്മളെ കൂട്ടത്തിൽ പോകാനുള്ളൂ കേട്ടോ. സെൻറ്ററിലുണ്ടെന്നോ കറക്റ്റ് ഇടുക നമ്മളെന്നുള്ളൂ. മറ്റേന്റെ മൂന്നേക്ക് നോക്ക്. എടാ പുതിയ ടൗസർ ഇട്ടടാ. സവാട്ടി ക്രാബ്. ഇതാ തലങ്ങും മറിഞ്ഞും വിലങ്ങും കിടക്കുന്ന ഒറാങ്ങുട്ടാൻ ഷോ. ആഫിക്കൊരു ഞാനും എന്റെ വകെ ഉമ്മ 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 ഇങ്ങോട്ട് വാടാ ഉമ്മ 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 കൊടുത്ത് ഞാൻ ഇവനെ കൊല്ലും ഉമ്മ ഉമ്പാച്ചി. അഫിനെന്തോ പ്രത്യേകം പറ്റിയൊന്നുണ്ടോ? ബനാന.
Big, big. അയ്യോ we bought 5 tickets. 5. One group photo, please. 5 tickets. Group photo. Okay. നമ്മളൊറ്റക്കല്ല കൊരങ്ങനെ വേണം വണ്ടിയിൽ. അല്ല നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ കൊരങ്ങല്ലേ ഈച്ചു വാ ഒരു തമിഴിൽ എടുക്കട്ടെ കെൻസെ ഷോർട്സ് താങ്ക് യു സോ മച്ച് ജിമ്മി ഇവിടെ നോക്ക് ഇതെടുത്തോ കൈമന്ന് എടുത്തോ ഇവിടെ എടുത്തോ. ഹലോ ഹനാൻസ് ഫാമിലിയിലെ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും നാട്ടിൽ നിന്ന് വ്ളോഗാലുണ്ടെന്ന് അറിയാം. എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വ്ളോഗ് തുടങ്ങാം. ചാനലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു. ബൈ 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 ഞാൻ ചെന്നാ പറ്റിയെന്നെ. ജിമ്മിക്ക് ഇതാ ഒരു കൈമുത്തത്തിലൊരു ഉമ്മ ഉമ്പാച്ചി ഉമ്മ മുത്തേ ഹോ ഉമ്മാച്ചി ജിമ്മിക്കൊരുമ്മ. അപ്പൊ അതാ ഗുഡ് വെക്കേഷനിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മളെ പുതിയ എന്നത്തെ ട്രിപ്പിന് നമ്മളെ കൂടെ വന്ന ആള് കേട്ടോ ഇതായിരിക്കണു. ഹേയ് വെക്കാട്ടോ മൂപ്പരനെ വെക്കാട്ടോ. എടാ കൊരങ്ങന്മാര് വൻ ക്യൂട്ടാട്ടോ സംഭവം അല്ലേ. കൊരങ്ങനെ വാങ്ങിട്ടോ. ഇവിടെ ലീഗലാണ് അല്ലേ ഇപ്പൊ നടക്കൂലല്ലോ. അത് ഓരോ നാട്ടിലും ഓരോ നിയമം. ഇവിടെ എല്ലാം ലീഗലാ. അതന്നെ പിന്നെ പവറും നമ്മളെ നാട്ടിൽ എല്ലാം ഇല്ലീഗലാക്കി വെച്ചോളി. വരുമാനം അല്ല ടൂറിസം അല്ലാതെ അങ്ങനെ നിക്കാം. മോയന്താപ്പേളായി വണ്ടി അൾട്ടർ ചെയ്യാൻ പറ്റൂല. മൃഗങ്ങളും ഇല്ലീഗല്. ടാക്സി അടക്കം അൾട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അബുക്കാന്റെ തലമ്മ കയറിയിട്ടാണ്. അബു ഇവിടെ വാടാ. അബു നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. കറങ്ങിയിട്ട് ഞാൻ നിനക്ക് ഉമ്മ തരൂടാ. നിനക്ക് കറങ്ങിയിട്ടൊരു ഉമ്പാച്ചി തരൂടാ. നിനക്ക് വീട്ടിൽ ഭാര്യ മേഘമാരും ഇല്ലടാ. ഉമ്മ ബനാന ചെക്കിംഗ്. അബു ചെക്കിംഗ് ബിഗ് ചെക്കിംഗ് ബനാന ചെക്കിംഗ്. അബു തലമ്മ കയറോ? പിടിച്ചിക്കണത്. അബു അബുവിന് നിനക്ക് ഞാൻ ഉമ്മ തരൂടാ. നിന്നെ ഞാൻ ഉമ്മ തന്ന് തീരുമാനാക്കൂടാ. Bye bye. See you. Bye. Come to Thailand ka. If you want to experience Thailand തന്നെ വരണം. ഇത് കിട്ടണമെങ്കിൽ ഗുഡ് വെക്കേഷൻസ് നമ്മൾ വന്ന പോലെ വന്നോളി. ഒളിക്കും അതിനൊക്കൂല. സീൻ എക്സ്പീരിയൻസ് ആയിട്ടോ അല്ലേ. വേറെ തന്നെ എക്സ്പീരിയൻസ് ആയി. നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയി. അല്ല ഒരു നേരത്തിന് നമ്മളിപ്പോ ഇവിടെ നിന്നപ്പോലെ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണില്ലല്ലോ. ചിരിക്കണുള്ളൂ. മൂടിട്ടാ സുഹൃത്തുക്കളെ ഇത് ആരംഭിക്കുന്നു ഡോൾഫിൻ ഷോ. അയറ്റാളല്ല വിസില്. ഇതാ ഡോൾഫിൻ ഷോ ആരംഭിക്കുകയായി. ഒരു പ്ലേറ്റ് മത്തിക്ക് വേണ്ടി നാടൊട്ടാകെ അലമ്പ് തുള്ളുന്ന ഡോൾഫിനുകളുടെ ശക്തി. ഇത് ഹോസ്പിൻ കോട്ടയുടെ ശക്തി.
ตรงหน้าเวทีเลย ഇടക്കോല മീൻ കൊടുത്തിട്ടില്ലേ ഒന്നും ചെയ്യൂല เดี๋ยวก็ไปชมความใหญ่โตของซุปเปอร์สตาร์กันบ้างครับ现在让他们和孙老师握手 എന്റെ ഫോണാണ് എന്റെ ഫോൺ എന്റെ ഫോൺ എന്റെ ഫോൺ โอ้ขาวต้าเจือ 他有500到700公斤。 หนักประมาณ500ถึง700กิโลกรัมเลยครับ Okay, come on, Miss Razor. This part, if you wanted to say hello, it's superstar. Don't forget to say hi. 各位观众大家好挥手挥手 Namaste, 大家好。回来回来那边可以吗可以。 OK 来来来那你们来让你兄弟们 please OK เดี๋ยวเรามาพบกับซุปเปอร์สตาร์กันเลย Stand by. 3, 2, 1. Hi. Don't forget to say hi. 一起说你好 Namaste, hello everybody. โอ้เอาละคุณผู้ชมดูแล้วตอนนี้เราทักทายกันเรียบร้อยแล้วเดี๋ยวเราไปเข้าแอคชั่นแรกกันเลยดีไหมครับแอคชั่นแรกเลย Okay, everyone, standing by your camera on the microphone for this action. Let me show you background show. 哦现在排球要用力的 Action. เป็นการโชว์ความแสดงที่อกใจ ใช่แล้วครับ natural excitement പന്ത് കൊടുത്തിട്ടോ Who's that, sir? 这是什么 I'm from Magic Show. 哇现在魔术表演 Shake in the air. 学不见了学回来了 ความสามารถมากๆครับผม เก่งมากเก่งมากแต่ว่าความสามารถของซุปเปอร์สตาร์ไม่ได้มีแค่นี้มาแล้ว 是什么？他有眼镜 Wow. Okay, everyone, clear the runway. Today we have supermodel. Let's see. New World Sky. ผมเดินแบบด้วยได้ไหมฮะพอเปิดนะ เชิญเลยดู കണ്ണടച്ച് പോണോക്കെ แต่ไม่ได้แค่นี้นะครับซุปเปอร์สตาร์เดินแบบเสร็จแล้วปุ๊บขึ้นมาโชว์ตัวบนเวทีได้ด้วย മണ്ടന്മാരാക്കി Round one more time. โยนไปพายเจ้าโอเคไฮทุน上来上来一二三请大家拍拍手。谢谢我们ใหญ่มากแล้วก็มากความสามารถมาก യല്ല കറക്കണോക്ക് สามารถได้เลยกับซุปเปอร์สตาร์ പാം പര പരാം പര പരാം പര പരാം പാം പര പരാം പര പരാം പര പരാം และที่สำคัญนะครับสามารถอุปกรณ์กลับมาคืนเสียงเลยด้วย ๆ Bring the hook back to the trainer. Stand by. 3, 2, 1. Come on. เก่งมาก പന്ത് പന്ത് What's that? ป้าชิวป้าชิว Ah, they are balancing the beach Bangladesh now. Come back this way. เผลอไม่ได้เลยคนนี้ ดูว่าเดินเหมือนเดิม พร้อมไหมครับเอาละฮะ one two three ไฮทุนไม่เฉียว ดูว่าเดินมาก ปรบมือหน่อยได้เลยครับ ไปดูแอคชั่นและลีลาตื่นเต้นกันบ้างดีกว่าครับทุกบอล อันไหนฮะ เอาวันนี้เลยครับตัดเทรนเนอร์สักหน่อย โอ้ นี่เทรนเนอร์ครับแอคชั่นต่อไปเนี่ยอันนี้เลยดีไหม അതിന് അടിയിൽ നിന്ന് പൊന്തണ്ടേ อันนี้ดีเพราะ1 2 3เอา2 อันเลย โอเคเดี๋ยวผมกดให้เดี๋ยวผมกดให้โอเคโอเคเชี่ยหลายเชี่ยหลาย โอ้ Seven take it down ผิดด้านผิดด้านด้านที่ด้านนี้ Yeah this way โอเคเชี่ยหลายเชี่ยหลาย มาแล้ว 好吗โอเคโอเค一二三好棒ด้านนี้โอ้โห อีกสักรอบไปครับคุณกระต่าย ถ่ายก่อนนะอีกสักรอบนะเลยนะ ตรงกลางครับตรงกลางครับ OK 中间呢中间还有一个球可以吗可以可以
ด้วยครีมหางนั่นเองครับ ใช่แล้วครับ แต่ว่าตอนนี้ครับคุณผู้ชมเดี๋ยวเราไปดูแอคชั่นน่ารักกันบ้างดี อะไรครับผม ด้านนี้เลยฮะไหน And the next action, everyone, let me show you. They will explain the love to friend with a kiss. 1, 2, 3. Come on. เอาไปเลย คู่นี้บ้างครับ และเจ้าของหน้าคู่นี้ 这里 ഉമ്മ എടുക്കണ്ട നീ 可以，OK，可以，准备，1、2、3。 Kiss, 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 kiss. เกิดอะไรขึ้น มียังไม่พร้อมเอาตรงนี้ใช่ตรงนี้ใช่ Everyone, this moment for this duel. Are you ready, sir? Okay. 3, 2, 1. Come on. Give you. ให้ชินจิเล่นชื่อ เขินไอ้ด้านนี้เป็นไงนะโอเค可以1、2、3 Kiss, kiss, kiss. น่ารักมาก Very lovely. So you. พร้อมครับ ด้านนี้100% mouth to mouth 1 2 3 Come on. You. Now to mouth. เอาละตอนนี้ครับ ต่อแอคชั่นต่อไปเลยดีกว่า ไม่ได้นะ ทำไม Let's go. They are feeling down by nature. เป็นการไหว้น้ำตกในการเตือนภัย മലന്ന് നീന്ത കേട്ടോ മലന്ന് โอเคสวัสดีครับฮัลโหลสวัสดีครับโอเคเจ้าเปียนชิงสวัสดีครับเจ้าหลีด้านไหนดีฮะเทรนเนอร์โอเคครับด้านนี้ไหมครับ ഇറക്കുമതി เลยครับด้านนี้ได้เลยครับเจ้าหลีและตอนนี้เนี่ยนะผู้ร่วมสนุกของเราก็เข้าประจำที่กันเรียบร้อยแล้วเรามานับกันเลยไหมครับผู้ชมยุทธ ครับผม Standing by 1 2 and 3 Come on start อยากไม่ขึ้นมาเลย เดี๋ยวผมมาเราเรื่องนี้ดีกว่า เห็นเขาบอกว่าซูเปอร์สตาร์ของเราค่อนข้างแอคทีฟกันนิดนึงจะจู๊ อาจจะถึงสาวๆสวย เขินสาวสวยมาเยอะเลยวันนี้ ๆใกล้ชิดมากน่ารักมากโซเลิฟลี่ ว้าวจุ๊จูคิส โอเคมีใครซีมาใกล้ซีขอบคุณครับ നാടകം പൊളിഞ്ഞിട്ടോ ആ വന്നു ขอบคุณครับ Thank you Please come your hand for our volunteer Go to the next action everyone Keep an eye tell your go They are very strong ഈറ്റാക്ക് മേല് മൊത്തം എല്ലുണ്ടോ ഡിസ്കളാവുക เป็นการโชว์ความแข็งแรงของกล้ามเนื้อหน้าท้องและที่หาง ถูกต้องครับแต่ว่าตอนนี้เนี่ยเดี๋ยวเราไปดูแอคชั่นน่ารักนะครับ Okay, everyone, and the next action, superstar, they can hold the breath a long time, 10 minutes. 这是 Acoustic Show Superstar ของเราสามารถกันแข่งในน้ำได้นานถึง 10 ปี ขึ้นมาตรงนี้10 นาทีพอนะ เยี่ยมjust kidding. നമ്മളെ നാട്ടില് ഡോൾഫിൻ ഇല്ല Okay, everyone, please clap your hands. ബേപ്പൂരൊക്കെ ഉണ്ട് എവിടെ പിടിച്ച് കിട്ടൂലല്ലോ വളർത്താൻ കിട്ടൂലല്ലോ โอ้ยเพลงขึ้นมาแบบนี้ อะไรครับ เดี๋ยวเรามาร่วม വളർത്തിയ കേസാ അതിവിടെ വളർത്തി കിണറ്റിലിട്ടോ Let me show you. കിണറ്റിലിട്ട് വളർത്തി അപ്പുറത്ത് കൊള്ളുകയല്ലോ ഇതിന് പട്ടുട്ടോ അല്ല ไปกันสนุกสนานเลยตอนนี้ครับคุณ 左边伸手 Wow.
കൈ കൊടുക്കണത്. Wow, this is number one. What a kid show. What is the kids show ไปกันต่อครับกับเซสชั่นต่อไป everyone we go to the next action So get Joe. 现在训练比赛海豚。 അല്ലാഹ് എൻ്റെ മോനെ ไม่ต้องเขาไปไหนแล้วครับเขาขึ้นมาแล้วเสียงประเมินครับ thank you แล้วก็ของเราเนี่ยยังไม่จบความน่าตื่นเต้นแค่นี้แน่นอนนะเดี๋ยวเราไปกันอีกหนึ่งโชว์ที่น่าประทับใจครับ Okay, everyone, standing by your camera on the live board for the next action. The next കൊണ്ടുപോയി. action is the most difficult. yes แล้วตอนนี้เดี๋ยวเราขออนุญาตดูเทรนเนอร์ของเรานิดนึงนะครับถ่ายด้านหนูแล้วครับ For this action, Super Spy and Friend, they will dive on that 7-meter deep for this action. โอเคที่ข้าง特别表演这是我 Everyone, are you happy? happy One more time. Are you happy? happy If you happy, please give a big hug. แต่ว่าตอนนี้นะทุกคนทุกท่านเดี๋ยวเราส่งซุปเปอร์สตาร์ของเราไปด้านหน้าเวทีกันเลยครับ Okay, everyone. For this action, เดี๋ยวเราจะส่งซูเปอร์สตาร์ของเราออกไปด้านหน้าเวทีกัน ആ പോണ്ടപ്പ പൊന്തുട്ടപ്പ പൊന്തിക്കോട്ടെ. Everyone, look at the front of the stage. Hi, everyone. അല്ലാ ശ്വാസം പിടിച്ചുള്ള കളി. ชิงค่าดูถ่ายเสียงเนี่ยตอนนี้นะครับถ้าหากว่าท่านใดอยากถ่ายรูปกับเรามานะฮะสามารถซื้อคูปอง സംഭവം മൂടായിട്ടോ. അറ്റ്മോസ്ഫിയർ മൂടായി. പരിപാടി മൂടായിട്ടോ. 8 ടോക്ക്. ഓ മംഗളകരമായ ഷോ കാഴ്ചവെച്ച തായ്ലൻഡിലെ ഡോൾഫിൻ ആശാന്മാർക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഡോൾഫിൻ അക്വേറിയം തായ്ലാൻഡ് സഫാരി പാർക്ക്. Come to family, they have something to tell you. They want to wish you have a nice day and see you again. 今天是再来再见 Ladies and gentlemen, please clap your hands for the Kids Show. Thank you. Thank you for coming. 再来再见 അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിതാ സഫാരി പാർക്കിൻ്റെ എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞ് നമുക്ക് ലൈവായിട്ട് മൃഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാം. അപ്പോൾ മൃഗങ്ങൾ കൂട്ടിലുള്ള ഏരിയക്കാണ് നമ്മൾ ഇറങ്ങിയത്. അതിലുപരി മൃഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഈ വാൻ എന്താ വെച്ചാൽ ഗ്ലാസ് തുറക്കില്ല. അപ്പോൾ ബാസിൽ എന്ത് ചെയ്തു, ഡോറിനെ തുറന്നിട്ടു. സിംഹത്തിനെയും ടൈഗറിനെയൊക്കെയാണ് കാണാൻ പോണത്. അപ്പോൾ നമുക്ക് നമ്മളെ കാറായിട്ട് തന്നെ പോവാ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷെ പെർമിഷൻ ആണല്ലേ, പെർമിഷൻ ഉള്ള കാറുകളല്ലേ. അപ്പം ആദ്യം നമ്മൾ കാണുന്നത് ഇതിന്റെ പേരെന്താ? ഇത് ജക്കാന ബ്രോൺസ്. അതാണ് അതിന്റെ കാലത്ര നീളം. സത്യത്തിൽ അതിന്റെ പേരാണ്. അതിന്റെ തണ്ടപ്പൊടിയാണ് നിൽക്കണേ. അതിന്റെ ഇതിന്റെ അടിയിൽ കണ്ടൽക്കാടിന്റെ ഇടയിൽ ഒരാൾ ആ കണ്ടൽക്കാടിന്റെ ഇടയിൽ നിൽക്കണതിന്റെ സൈസ് നോക്ക്. ആണ് അതിന്റെ റാണി ട്ടോ. അതാണ് ജക്കാന ബ്രോൺസ്. ജക്കാന ബ്രോൺസ്. ഗൂഗിളിൽ ഇപ്പൊ ടൈപ്പ് ചെയ്ത് റൈറ്റ് സൈഡിൽ ഗിനിക്കോയ് അല്ല, തൊപ്പക്കോയി. തലമ കണ്ടോ? കാട്ടുകോഴി. ഇതാണ് കാട്ടുകോഴി. പിന്നെ വണ്ടിന്റെ ബാക്കിലുണ്ട്, ബാക്ക് സൈഡിൽ കുറെ കോഴികളുണ്ട്. കാട്ടുകോഴികളെ കാണുക കേട്ടോ. അപ്പൊ എടാ അഫീഫെ, പൊട്ടൻ അഫീഫെ. അഫീഫ് ഒറ്റടിക്ക് കഴിച്ചാണ്ട് ഉമ്മ ഫുജേർ എത്തിയോ, നേരെ അങ്ങോട്ട് ഫ്ലിപ്പായി. ആ സീബ്രകളെ കാണട്ടോ ലൈവായിട്ട്. നമുക്ക് നമ്മളെ വണ്ടിയിൽ നിന്ന് കാണാന്നുള്ളതാണ് പ്രത്യേകത. ഒന്നും കൂട്ടിലല്ല കേട്ടോ, നമ്മളെ വണ്ടിയിൽ നിന്ന് തന്നെ കണ്ടുപോവുകയാണ്. ഓ ആ സീബ്ര എന്താ അങ്ങനെ മരിച്ചാ? ചൊറിഞ്ഞതാ? ഓ സീബ്രൊക്കെ ചൊറിയാണെങ്കിൽ നിലത്ത് കിടന്ന് ഉരുളാണല്ലേ. എടാ ഞാൻ സീബ്രനെ ആദ്യമായിട്ട് കാണുക തോന്നുന്നു എനിക്ക്. ഇജ്ജ് കണ്ടിക്കണാ? ഞാൻ ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നത്. ഞാൻ ഈ ഡിസ്കവറിയിൽ മാത്രം കണ്ടിട്ടുള്ളൂ.
കുറച്ച് സ്പീഡ് ഇട്ടോളൂ ഇജ്ജ് സെയിം ചെയ്യുവാ സ്പീഡ് ലിമിറ്റ് ഉണ്ട് എത്ര 150 അടിക്കാൻ വന്നാലും ഈ ലിമിറ്റിലേ പോകാൻ സിറാജ് ഇതില് നല്ല വയസ്സായ ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ അത് ശരിയാ വേറെ പണികളൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് പറക്കുക അവിടുന്ന് ഇങ്ങോട്ട് പറക്കുക ഫുഡ് കഴിക്കുക ഇരിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെ നടക്കുക നീന്തുക ബാത്റൂമിൽ പോവാ ബാത്റൂമിൽ പോണില്ല റോഡ് മൊത്തം ബാത്റൂം ആക്കിയാണ് മരത്തിന്റെ മുകളിലൊക്കെ നിമിഷ ഓ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രാവുകളുള്ള പോലെ ഉണ്ട് ഇവിടെ ബാസിൽ വെറുതെ കൈ നിന്നിട്ടാണ് ജക്കാർത്ത മങ്കി പറഞ്ഞാണ്ടേ എന്ത് ടീച്ചറാ ബാസിലെ ജക്കാന ബ്രോൺസിനെ കാണാൻ അതേപോലെയാണ് ഞാൻ കാണിച്ചു ജക്കാന ബ്രോൺസിനെ ഇതിന്റെ ബോഡിയും ഇതേ കാറ്റഗറി പെട്ടാണ് മാറ്റായി അച്ചോ അന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ടാവും തരുമോ ഇതാണ് മാച്ച കേട്ടോ മാച്ച ഇവിടുന്നാണ് ലോകത്തെല്ലോടത്തേക്കുള്ള മാച്ച ഇതാ ദീക നിറച്ച ഞാൻ ബുക്ക് ഇറങ്ങിയാണ്ട് ഒരു ഗ്ലാസ് മാച്ച നിറക്കാൻ പോണ് മാച്ച ഒരു മാച്ച ഡ്രിങ്ക് കൊടുക്കട്ടോ ഇതെന്താ ഇങ്ങനെ കൊത്തണ് ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മാച്ചാണ് കൻസ് കുടിക്കും ചെയ്യും കേട്ടോ ഇന്റെ കൂളിംഗ് ഗ്ലാസ് എടുത്തു കണ്ണ് തുറയണില്ല അതാ വേറെ കളിയാണല്ലോ ഓ ജിറാഫ് മൂഡ് ട്ടോ ഡോറല്ലല്ലോ ഇവിടുന്ന് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ തോന്നുന്നു എനിക്ക് പറയുന്ന കേക്കണ്ടല്ലോ കേട്ട് കഴിഞ്ഞാൽ വിഷമായിരിക്കും എന്തോ എന്തെന്നാ പറഞ്ഞെന്ന് അറിയില്ല എന്നാ എന്തോ പറഞ്ഞെന്ന് അറിയാലോ എന്റെ മോനെ ജിറാഫുകൾ വരിക്കുന്ന ജിറാഫുകൾ ജിറാഫിനവിടെ ഫീഡ് ചെയ്യട്ടോ ജിറാഫുകൾ ഇതാ ഈ പക്ഷികൾ ഇവിടെ ഹോൾസെയിലാണോ കേട്ടോ കാണ്ടാമാനം പുറത്തുനിന്ന് റിലേറ്റീവ്സിനെയും കൂട്ടൂലേ കാരണം ഓപ്പൺ അല്ല തുണി മടക്കുത്തിക്കണ പോലെ അയ്യോ നിർത്തി കാണി മടക്കുത്തിയെ പോയി തുണി മടക്കുത്തി ആരാ വന്നത് ലാൻഡ് ചെയ്ത് ഇപ്പൊ നമ്മള് കാണുന്ന സീബ്രന്റെ തല്ലാട്ടോ 3 എണ്ണം അടി കൂടണ കാണാം അതാ തല്ലൂടണ ആവശ്യമില്ലാതെ തല്ലൂടണ സീബ്രകളെ കാണാം കടിച്ചിട്ടുണ്ട് ഇതാ സീബ്രകൾ ഇതാ ആവശ്യമില്ലാതെ തല്ലൂടണ കാഴ്ച കാണാം ഇപ്പൊ ഒന്ന് ഒതുങ്ങിട്ടോ ഒരു സീബ്രന്റെ ഫുൾ ബോഡി കാണിച്ചു കൊടുത്തു വിംഷ കുതിരന്റെയും കൈതന്റെയും ബോഡിയും അയക്ക് വെള്ളയും കറുപ്പും മിക്സും അല്ലേ നാട്ടിലെ ഒരു പശുവിനെ അങ്ങനെ പെയിന്റ് അടിച്ച് നിർത്തണ ക്ലാസ്സിലെ നല്ല കറുപ്പ് വെള്ള പശുവിനെ നോക്കിട്ടേ എന്ത് ഡൈനോസറോ അല്ലാ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ ഇതാ കണ്ടോളി കാണ്ടാമൃഗം എന്താ പവറ് അല്ലല്ല കാണ്ടാമൃഗം അല്ല ഇത് കിക്കളിയായിട്ടോ സൈസൊക്കെ ഇതൊക്കെ വളർത്താൻ കിട്ടിയല്ലേ ഇത് പെട്ടെന്ന് ഇണങ്ങുവേ അല്ല ഇണങ്ങും ഇത് ഇൻസ്റ്റയിൽ നിങ്ങളൊരു വീഡിയോ കണ്ടില്ല ഒരു പെണ്ണിതിനെ കൊണ്ടെടുക്കണേ ഓള് വിളിച്ചുമ്പോ അങ്ങനെ വരും അന്നത് വിളിച്ചുമ്പോ ഇങ്ങനെ പാവായി വരും അതും കണ്ടിക്കണ് 2 സ്വഭാവത്തിലുണ്ടത് എന്താ സൈസ് എന്താ അതിന്റെ തലക്ക് 4-5 മനുഷ്യത്തലന്റെ വലിപ്പുണ്ട് അതിന്റെ തലക്ക് അല്ല ബോഡിക്ക് അനുസരിച്ചുള്ള ബുദ്ധിയില്ല അത് സത്യം അത് സമ്മതിച്ചേരാ കണ്ടമാനം സ്പേസ് ഉണ്ടല്ലോ ഈറ്റാക്കില്ലേ സ്പേസ് കൊടുക്കണ്ട് പോലെ പിന്നെ ഫ്രീ ആക്കി വിട്ടേക്കാണ് മാക്സിമം എനിക്കോണേ ഇതിൽ കറണ്ട് ഉണ്ട് കേട്ടോ അല്ലേ കറണ്ട് മേലാണ് കളി വൈറ്റ് റൈനോ
വൈറ്റ് അല്ലല്ലോ കണ്ടത്, അത് പൊടിയടിച്ച ശേഷം വൈറ്റ് ആയതാണ്. എവിടെ എവിടെ ബുക്കാ? ആസാമിലെ ഞാൻ പോയിട്ടില്ല. ഇവിടുന്നാണ് കഴിഞ്ഞ ആഴ്ച ഒരാളെ പുലി പിടിച്ചത്. ആണോ? ഇവിടുത്തെ ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ ജീവനക്കാർ തന്നെ ഒന്നോ 29 വർഷം അങ്ങനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാ. കാര്യം ആ പുലിക്കും തന്നെ എന്തൊക്കെ പറഞ്ഞാലും പുലിയും പാമ്പൊക്കെ ഓരോ വർഗം വേറെ തന്നെ അല്ലേ, മനുഷ്യന്മാരെ പോലെ അല്ലേ. എത്ര ഇണങ്ങി പറഞ്ഞാലും സ്വഭാവം എടുക്കും. സീബ്രകളും മാനുകളും സംഘം ചേർന്ന് നിൽക്കുന്ന ഒരൊത്തൊരുമയുള്ള ദൃശ്യം കാണാം. അപ്പൊ കാടിന് നമ്മളോട് പറയാനുള്ളത് കേട്ടോ, ഏത് വിഭാഗമാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, ഏത് ജാതി ആവട്ടെ, ഏത് മതമാവട്ടെ, മൃഗങ്ങളൊക്കെ ഒന്നാണ്. വരയാടും ഇപ്പം മാനും സീബ്രയും ഒരേ പുല്ലാണ് തിന്നണത്. അതേപോലെ തന്നെയാണ് മനുഷ്യന്മാർ തിന്നണമൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ തല്ലിടാതെ ജീവിക്കുക. ഇതാണ് തായ് മഷ്റൂംസ് കേട്ടോ. കെൻസേ തായ് മഷ്റൂം കെൻസ് വിശ്വസിക്കും. കെൻസ് ചോദിച്ചാൽ മതി. കെൻസ് ഇപ്പം എന്താ ചോദിച്ചാൽ അമേരിക്കാനോ ഉണ്ട് കേട്ടോ. 7-11 ഇത് അമേരിക്ക എന്നാണോ? ഞാൻ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങോട്ടുണ്ടല്ലോ, അങ്ങോട്ട് ജയ് വിളിച്ചു, ജയ് ഉണ്ടാതെ കടന്നു. ജ്യൂസും കുടിച്ച് പോടാ പുറത്തേക്ക് അറിയാം. ഓ ചെറിയ കുട്ടിട്ടാ. ഓ ആ പശുവിന്റെ കൊമ്പൊക്കെ അത് ഫിറ്റ് ചെയ്താട്ടോ. അതെന്താ ഇത് മൂടായിട്ടോ? അത് ഇപ്പളാ കണ്ടേ. അതേ പറഞ്ഞതേ, അതിന്റെ കൊമ്പ് പശുവിന്റെ ബോഡിയും വേറെ എന്തിൻ്റെയോ കൊമ്പും ക്രോസ് ആട്ടെ. കറക്റ്റ് പശു, ബോഡി വെറും പശു. എയിലും വരാലോ. ഇവർപ്പത് വേറെ ഏതോ ജന്തുക്കളെ ഇങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണേ ഈ ഏരിയ മറ്റേ ഏരിയ സെപ്പറേറ്റഡ് ആവും, പുല്ലിന്റെയും കടുവന്റെ ഒക്കെ. അല്ല ഈ ആയിട്ട് തിന്ന് തീർക്കൂലത്. ആണോ? ആ അല്ലേ, മനസ്സിലായി. അങ്ങനെ നടക്കുള്ളൂ. അത് സത്യം. അതപ്പോ ഞാൻ ആലോചിച്ച് നോക്കി, എന്താ സൗണ്ട് അങ്ങനെ. ലാംഗ്വേജ് അറിയാട്ടോ. അങ്ങോട്ടടി ഇതട്ടോ അതേപോലെ ചവിട്ടിട്ടോ. അപ്പൊ ഇതാണ് പശുവിന്റെ ബോഡിയും. അല്ലാ ബാസിലെ പശുവിന്റെ ബോഡി അല്ല കേട്ടോ, അതിന് കാട്ടുപോത്തിന്റെ ബോഡിയാ. ഇത് പശു ആണാനും, ഇത് സാധാ പശു. ഇത് സാധാ കറവ പശു. എന്നാ കാട്ടുപശു ആവും. ഈ കിളിന്റെ ടീമൊക്കെ അവിടെയാണ്. ഇത് ഇവിടെ വന്നാണ്ട് നിക്കണേ. ഡിഫറൻസ് തേടിയാണ്ട് കാട്ടുപോത്തിന്റെ ഇതിന്റെ അടിക്ക് വന്നിട്ടോ. ഇൻട്രോവേർട്ടാണ്. ലവ് ബോയ്സ്, ലവ് ബേർഡ്സ്. മതിലുകൾക്ക് അപ്പുറത്തുനിന്ന് അത് ഓൽക്ക് ഇറങ്ങാലോ അങ്ങോട്ട്. ഒട്ടകപക്ഷി. ആ നമ്മളിന്നലെ ഒട്ടകപക്ഷിനെ തിന്നീട്ടാ. ഒട്ടകപക്ഷി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുണ്ടായിനി. എന്താ ഒട്ടകപക്ഷി നല്ല ടേസ്റ്റ്. ഒട്ടകപക്ഷി പിന്നെ അങ്ങോട്ടാണ് തല വെച്ചിക്കണേ. ഇപ്പൊ നമ്മളെ എന്താ ബസ്സിൽ പറഞ്ഞ കുട്ടിയൊക്കെ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട, ഏറ്റവും ഭാരം കൂടിയ മുട്ട, പിന്നെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ജീവി, ഇതൊക്കെ ഒട്ടകപക്ഷി. പക്ഷി ജീവിയല്ല, പക്ഷി. അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മുട്ട ഒട്ടകപക്ഷിന്റെ മുട്ടയാണ് കേട്ടോ. ആ വേഗതയേറിയ പക്ഷിന്റെ മുട്ട ഒട്ടകപക്ഷി. ഒട്ടകമുട്ട. ഇതാണ് ഇവിടുത്തെ വൈൽഡ് ലൈഫ് നഴ്സറി. അണ്ണാന് ഇതിലില്ല കേട്ടോ. അണ്ണൻ പുറത്തുനിന്ന് ഇങ്ങോട്ട് കേറാടാ. കുറച്ച് കാലം സാങ്ച്വറിയിൽ ജീവിക്കാം. എന്താ അണ്ണൻ പോണതാ? അണ്ണാനെ പോണ്.
അണ്ണാന്ന് വിചാരിച്ചു കുറച്ച് കാലം വനവാസത്തിന് വന്നതാ. അണ്ണൻ അണ്ണ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയതാ ആണോ? വവ്വാല് പോലെ ഇക്കണ് അണ്ണാന്. ബ്രൗൺ അണ്ണാൻ. ചിലപ്പോ പുലി വന്ന് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മള് സിമ്മനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. കാണിച്ചോട് സിമ്മയെ ചില്ലു കൂടെ കാണുള്ളൂ. പടച്ചോനെ എത്ര എണ്ണാണിത്. ആ അതിലാ തൊപ്പല്ലതാണ് അല്ലേ? മറ്റേത് പെണ്ണു കേട്ടോ. അസറോ സിമ്മൻ നമ്മളാണ്. എനക്കൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാണ് സിമ്മത്തിനെ തൊട്ട് വരും. ഓപ്ഷൻ തന്നെ സിമ്മത്തിനെ തൊട്ട് വരണം. മെച്ചം എന്താ വെച്ചാൽ 1000 ബാത്ത്. നാട്ടിലെ 3000 ഉറുപ്പ്യ കേട്ടോ. അതിനും വേണ്ടി കാല് നിലത്തൊരു ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇവർക്ക് എന്താ വെച്ചാൽ മനുഷ്യന്റെ മണം സെൻസ് ചെയ്യാൻ. അതിന്റെ മുന്നിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ മതി. ഓലെ അടുത്ത് പോകണ്ട. വേണ്ട 1000 ബാത്ത് വെറുതെ കളയട്ടെ. കുഴപ്പമില്ല. പറഞ്ഞു ഇവർക്ക് മനുഷ്യന്റെ സ്മെല്ല് സെൻസ് ചെയ്യാൻ കഴിയും. അപ്പൊ സുഹൃത്തുക്കളെ ഇതാ ടൈഗർ കേട്ടോ. സെയിം ഫ്രെയിമിൽ ഇതാ ടൈഗർ ഇരിക്കണേ. ഇത് മരുന്നടിയൊന്നും ഇല്ലാത്ത ടൈഗർ കേട്ടോ. ടൈഗർ എന്നൊക്കെ പറയാം. ഓനവിടെ സിഗരറ്റ് കത്തിച്ചവിടെ ഇരിക്കുന്ന ഒരു ചങ്ങായി അതിന്റെ അപ്പുറത്ത്. മോനെ ഇതിന്റെ മേലെ ഇരിക്കണോക്ക് മോനെ അത് മൂടായിട്ടോ. ബസ്സിൽ അവിടെ അങ്ങനെ നിൽക്കണല്ലേ 1-2 പറഞ്ഞിട്ട് ആ സ്വിച്ച് മണ്ണ് നിൽക്കണ്ടല്ലോ ബസ്സിലെ. ഡോർ അങ്ങോട്ടാണ് പോകും. അതല്ല തുറന്നു കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളിൽ കയറിയാ പോലെ പേടിച്ചിട്ട് ക്ലാസ്സിലെ അതെന്താ ആ ഡോറിന്റെ ഫംഗ്ഷനിങ് എങ്ങനെ അറിയോ? നെക്കിയാലും മെല്ലെ തുറയുള്ളൂ. അടക്കാനാണേലും മെല്ലെ അടയുള്ളൂ. ടൈഗർ വന്ന് കഴിഞ്ഞാല് കഴിഞ്ഞു. പിന്നെ എല്ലാം ടൈഗർ ചെയ്തോളൂ. അങ്ങനൊന്നും പറയാൻ പറ്റൂല. ക്യാമറമാൻ നെവർ ഡൈസ്. ഇവിടെ ഉണ്ടോ? തുണി മടക്കുത്തി നിൽക്കണോ? ഇവലെ ധൈര്യം സമ്മതിക്കണം. ഈ ടൈഗറുടെ അടിയില് മടക്കുത്തി തുണിയായിട്ട് ഇങ്ങനെ നിക്ക. ഈ സൂര്യ നമസ്കാരം. സൂര്യനെ ഇവിടുന്നാ വരുന്നത് അവിടേക്ക് ഡിസ്കായി കണ്ട് നിക്ക. ആടോ ഇവല് ഇതില്ലേ സത്യം പറഞ്ഞാൽ നമ്മളെ വണ്ടി കൊണ്ട് പോകാൻ അയക്കണതൊക്കെ ഒരു സംഭവം തന്നെയല്ലേ. നമ്മളെ അതിൽ തേങ്ങാപ്പുണ്ണൊക്കെ അയക്കും. നമ്മളതിൽ ഗവൺമെന്റ് വണ്ടി തന്നെ 6 മാസം ബുക്കിംഗ് എടുക്കേണ്ടി വരും. മറ്റേ കേരള ഗവൺമെന്റ് സൈറ്റ് കൂടെ ഒക്കെ കയറി ബുക്ക് ചെയ്ത് സ്ലോട്ട് ഉറപ്പിച്ചിട്ടൊക്കെ പോകേണ്ടി വരും. കടുവക്ക് ടാന് ആര് ഇവന്റെ ധൈര്യം ഇതാണ്. ഇവിടുത്തെ സെക്യൂരിറ്റി ഇട്ടാ ഓനെ കയ്യൊക്കെ പുറത്തേക്ക് ഇട്ട് തനക്ക് ചെങ്കിടിയേ എന്ത് വിഷള്ള 1-2 അല്ല കേട്ടോ, 4-5 അതാ കിടക്കണ്. ടൗൺ ടീം വെള്ളമുണ്ട. അതായത് കാണാനൊരു പവർ എനിക്ക് തോന്നുന്നില്ല. അതല്ല ടൈഗറാ നോക്കി. ലയൺ ഇപ്പൊ എങ്ങനെയാണ് കിങ് ആയത്? അസറിന് പേടി നോക്കിട്ട് മേലക്കണ കയറിയാലേ ലയൺ എങ്ങനെ കിങ് ആയത്? അത് നമ്മളെ ടൈഗറിന് കൊടുക്കേണ്ട സാധനം.
ചേഞ്ച് ചെയ്യണല്ലോ ഇപ്പൊ എങ്ങനെയാലും ആകെ പ്രശ്നമായി. ആ ലുക്ക് ലയണില്ല. അതാ കേട്ടാ ഇതട്ടോ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോളി. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടോളൂ കൂട്ടുകാരെ. ഹിപ്പോപ്പൊട്ടാമസ് കച്ചറ അടിയ നീന്താണ്. ലാസ്റ്റ് നീന്തുക കൂട്ടുകയറ്റുന്നതിന് മുമ്പ് എന്നിട്ട് വരുമോ? ഇല്ല, വെറുതെ നീന്തല്ലേ. ഞാൻ അത്ര ക്ലോസ് ആയിട്ട് കരടിനെ ആദ്യമായിട്ടാണ് കേട്ടോ. മറ്റേ വളർത്തു കരടി കണ്ടിട്ട് ഏത് ഇത്? ഇതാണ് മാന്തണ കരടി. കടിച്ച് പീസാക്കും. ഇത് വൻ ഡേഞ്ചർ ആയിട്ട് കേട്ടോ. ആ കിളികളൊക്കെ എന്ത് കാര്യത്തിൽ അവിടെ പോയിരിക്കണേ? ഓൾറെഡി അറിയണോ രാവിലെ? ഓൾറെഡി പരിചയമുള്ളവരാവും തമ്മിൽ. കരടി കേട്ടോ, കരടി നഖം മാന്തും. ആ മുഖം മാന്തി പൊളിച്ചു. കരടി വൺ ഡേഞ്ചർ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ പൊളിഞ്ഞു പോകണമെന്ന്. ആ കരടിന്റെ അടുത്ത് കൂടെ നടക്കണ കൊക്കാള് ഇനിയിപ്പോ കരടി ആവട്ടെ, കാടുക ആവട്ടെ, സിംഹാവട്ടെ, കൊക്കാൾക്ക് ഇവിടെ ഫുൾ ആക്സസ് ആണ്. ഇവിടെ ഓൾ ആക്സസ് ഉള്ളത് കൊക്കിനാണ്. കാരണം സിംഹത്തിന്റെ തലമ കയറി കൊട്ട, കരടിന്റെ തലമ കയറി കൊട്ട, കടുവന്റെ തലമ കയറി കൊട്ട, ആരും ഒന്നും ചെയ്യണില്ല കൊക്കിനെ. കടുവന്റെ പുറത്തൊക്കെ ഇങ്ങനെ പേങ്കൊത്തി കുത്തി. ഇടക്കൊന്നും തന്നെ സൈസ് ആക്കും കടുവ. പറഞ്ഞേ ഇവിടെ നിന്ന് കൊത്തിക്കാരനെ പല്ലിന്റെ ഇവിടെ കൊത്തിക്കാറിട്ട് ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ കൊത്തിച്ച് ഒറ്റ കടിയാ. മെല്ലെ ചോദിക്കുന്ന പോലെ കടുവ മാച്ച കോരിക്ക മാച്ചക്കുളം. നല്ല രസല്ലേ? ഏരിയ വേറെ തന്നെടോ. മരം സാധനങ്ങളും. കരടിയൊക്കെ തീറ്റൊക്കെ വന്നൂടെ? ഐറ്റൊക്കെ ഉണ്ടാക്കിയന്നെ ആവൂലേ ഇത്? കുളം നീരാടാൻ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിന്ന് സഫാരി വേൾഡ് പോയി. സഫാരി പാർക്കാ വേൾഡ് സഫാരി പാർക്കിലും സഫാരി വേൾഡിലും നമ്മൾ പോയി. നമ്മൾ അനിമൽസിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു. മറൈൻ പാർക്ക് പോയി. രണ്ടും അടിച്ച് പൊളിച്ച് അടിപൊളിയാക്കിയത് നമ്മൾ ഗുഡ് വെക്കേഷൻസ് ത്രൂ ആണ്. അപ്പം പലരും ഇവിടെ പോകാനൊരുങ്ങാണ്, പോകാനൊരുങ്ങണം. അപ്പം അതിൻ്റെ സങ്കടമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും ട്രിപ്പ് ഫാമിലിക്കും കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും പറ്റിയൊരു സ്പോട്ടാണ് സഫാരി പാർക്ക്. ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും, 100% ഞാൻ സജസ്റ്റ് ചെയ്യും. കിഡിലൻ സ്പേസ് ആണ്. കറക്റ്റ് ടൈമിൽ എത്തുക എന്നുള്ളതാണ് നമ്മളവിടെ ആകെ ചെയ്യേണ്ട ഡ്യൂട്ടി. ഷോസ് ലിമിറ്റഡ് ടൈമിലുള്ളൂ. അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എത്തണം. സോ നമ്മൾ ഈ ട്രിപ്പ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏരിയ ഏകദേശം കാണാപ്പാടായിട്ടുണ്ടാവും. ഗുഡ് വെക്കേഷൻസിൻ്റെ കൂടെയാണ്. സോ ഗുഡ് വെക്കേഷൻസിൻ്റെ ഓഫീസ് കലൂരുണ്ട്, അതുപോലെ തന്നെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടോ കുടുംബക്കാരായിട്ടോ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾക്ക് മണാലി, കശ്മീർ ആവട്ടെ, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കേണ്ടത് മസ്റ്റായിട്ട് നിങ്ങൾ അബുക്കാനെ കോൺടാക്ട് ചെയ്യുക, ട്രാവൽ വിത്ത് അബുവിനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗുഡ് വെക്കേഷൻസിൻ്റെ പേജ് @goodvacations.in നമ്മളിപ്പോൾ ഭയങ്കര യുദ്ധത്തിന്റെ സിറ്റുവേഷൻ ഏറ്റവും ബാധിച്ചിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലാണ്. അവിടെ നമുക്കൊരു ഓഫീസ് ഉണ്ട് ദുബായിലുണ്ട്. ദുബായിലുള്ള കുറെ ആൾക്കാരുണ്ട്, മെസ്സേജ് ഒക്കെ വരലുണ്ട്. അവർക്ക് നമ്മളെ ദുബായ് ഓഫീസിനെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇപ്രാവശ്യം ദുബായിന്റെ നമ്പറും വരുന്നവർക്കും അവിടുത്തെ ഇപ്പൊ ദുബായിലെ ഇൻബൗണ്ട് ട്രിപ്പുകൾ ഇപ്പൊ ആളുകൾ പുറത്തേക്ക് അധികം പോകുന്നില്ല. അപ്പൊ അവിടുത്തെ ക്രൂയിസ് ട്രിപ്പ് അല്ലെങ്കിൽ അവിടുന്ന് കോർഫക്കാൻ പോകുന്നത്, അവിടെ ചെറിയ ക്യാമ്പിംഗ് പരിപാടികൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പറും കൂടി ഞാൻ ഇതിലേക്ക്. അപ്പൊ എന്തായാലും ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഗുഡ് വെക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. വീഡിയോയിലും അവൈലബിൾ ആണ്. നമ്പർ ഇതാ 7592010077. സോ മസ്റ്റ് ആയിട്ട് ബുക്കാനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വ്ളോഗ് ഗൈസ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ വൈകുന്നേരം ബേപ്പൂർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേപ്പൂർ മിനി സ്റ്റേഡിയം, നെല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ പറ്റുന്നവരൊക്കെ വായോ, രാമനാട്ടുകാരുള്ളവർ, കടലുണ്ടിയുള്ളവർ എല്ലാവരും വായോ. അപ്പം ഞാനും ചെങ്ങായൊക്കെ പെർഫോം ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട്. വലിയ ഗ്രൗണ്ടിലാണ് പരിപാടി, മിനി സ്റ്റേഡിയത്തിലാണ് പരിപാടി. സോ മസ്റ്റായിട്ടും എല്ലാവരും വരിക, പെർഫോമൻസ് കാണാൻ വരിക. നമ്മളെല്ലാവരും ഇന്ന് രാത്രി അടിച്ച് പൊളിക്കണമായിരിക്കും. രാത്രി 6 മണി 7 കൂടി നമ്മൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യും. DJ പരിപാടി എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ മസ്റ്റായിട്ടും എല്ലാവരും പോയാൽ നമുക്ക് എല്ലാവർക്കും നാട്ടിൽ വെച്ചിട്ട് കാണാം, ബേപ്പൂർ വെച്ചിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. മറക്കണ്ട, ബേപ്പൂരാരും മറക്കണ്ട. ബൈ ബൈ.